السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി ഈ റമദാനിനെ പറ്റി, റമദാനിൽ നോക്കുന്ന നോമ്പ്, അതുപോലെയുള്ള മറ്റുള്ള നോമ്പുകൾ അവരങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ചുരുക്കത്തിൽ നോമ്പിനെ പറ്റി ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഞാൻ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയെന്നോണം ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ 2016 ലോകത്തിലെ അതിമഹോന്നതമായ നോബൽ പ്രൈസ് നേടിയ ഈ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് 2012 വലിയ ഒരു സമ്മാനം കിട്ടിയിരുന്നു. അതായത് ക്യോട്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ 2017 ബ്രേക്ക് ത്രൂ പ്രൈസ് ഇൻ ലൈഫ് ടൈം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പ്രൈസ് കിട്ടിയിരുന്നു. അത്രയും വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് യോഷിനോരി ഓസിനോമി. ഇദ്ദേഹത്തെ പറ്റി പലരും കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ സെൽ ബയോളജിസ്റ്റും ഈ ആട്ടോപാജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു വ്യക്തിയും ആണ്. അദ്ദേഹം ജപ്പാന്റെ പല വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസർ ആയിരുന്നു. ഈ ആട്ടോപാജി എന്നുള്ള അദ്ദേഹത്തിൻ്റെ റീസർച്ച്, ആ പഠനം, അത് ലോങ് ടൈമിലെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നോമ്പ് നോക്കിക്കൊണ്ടുള്ള ഒരു പഠനമാണ്. അങ്ങനെ ആ പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തി, ഇങ്ങനെ വ്രതം ലോങ് ടൈം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, നോമ്പ് നോക്കുന്നത് കൊണ്ട് നമ്മുടെ കോശങ്ങൾ, ശരീരത്തിലെ സെല്ലുകൾ, അനേകം സെല്ലുകൾ, അത് വളരെ നന്നായി ശുദ്ധീകരിക്കപ്പെടുന്നു, അത് ശുദ്ധിയാകുന്നു. അതുകൊണ്ട് ആ സെല്ല് അങ്ങനെ ശുദ്ധിയാകുന്നത് കൊണ്ട്, ചുരുക്കത്തിൽ പറയുന്നു, നമുക്ക് ഒരുപാട് ആരോഗ്യ ഫലങ്ങൾ നമുക്ക് അത് മുഖേന ലഭിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം അവരെ കണ്ടെത്തുന്ന നോമ്പിൻ്റെ ആ സമയങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം, എങ്കിലും ചുരുക്കത്തിൽ നോമ്പാണ് വിഷയം. എന്നിട്ട് അദ്ദേഹം ഒരുപാട് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലാണ് ഈ ആട്ടോപാജിയിൽ, ഈ നോമ്പ് നോക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പഠനം, അതായത് നോമ്പ് നോക്കിയവരിലുള്ള അദ്ദേഹത്തിൻ്റെ പഠനം, അതിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അങ്ങനെ അമേരിക്കയിലെ മറ്റൊരു വലിയ കാർഡിയോളജിസ്റ്റ്, ഹാർട്ടിൻ്റെ ഡോക്ടർ ലോയിസ പീറ്റർ, അവരും ഈ വിഷയത്തിൽ, ഈ നോമ്പ് നോക്കിക്കൊണ്ടുള്ള ഈ പഠനം ഉണ്ടല്ലോ, ആട്ടോപാജി, അതിൽ അവരും വലിയ റീസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സുകളെ പറ്റി അവർ പറഞ്ഞു. നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളടങ്ങിയ പ്രോട്ടീനുകളെ ഈ നോമ്പ് നോക്കിയാൽ അത് പുറന്തള്ളും. അങ്ങനെ ആ വിഷാംശങ്ങളുള്ള പ്രോട്ടീന് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ തന്നെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ, നമ്മുടെ ശരീരം പുറന്തള്ളാതെ ശരീരത്തിൻ്റെ അകത്ത് അങ്ങനെ തന്നെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ, പാർക്കിൻസൺസ്, അതുപോലെ തന്നെ ആൽസിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ നമ്മെ പിടിപെടും. അതുകൊണ്ട് ഇങ്ങനെ നോമ്പ് നോക്കുന്നത് കൊണ്ട് അത്തരം രോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല, അവർ പറഞ്ഞു, ഈ ലോയിസ പീറ്റർ പറഞ്ഞു, ഇങ്ങനെ നോമ്പ് നോക്കുന്നത് കൊണ്ട് അവരുടെ ബോഡിയിൽ, ശരീരത്തിൽ എനർജി ഉണ്ടാകുന്നു, ശക്തി ഉണ്ടാകുന്നു എന്ന് അവർ പറഞ്ഞു. എന്ന് മാത്രമല്ല, ശരീരത്തിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ അംശങ്ങളുള്ള
സെൽസുകൾ ഉണ്ടെങ്കിൽ, കോശങ്ങൾ ഉണ്ടെങ്കിൽ ആ സെൽസുകളെയും, ആ ക്യാൻസറിന്റെ അംശങ്ങളുള്ള സെൽസുകളെയും അത് പുറന്തള്ളുന്നു. അത് മുഖേന ക്യാൻസറുകൾ ഉണ്ടാകുന്നില്ല എന്ന് ഇവര് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, ഈ ഫാസ്റ്റിംഗ് ആണ് നമ്മുടെ ഈ സെല്ലുകളെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വഴി, ഒരു പ്രോസസ്സ് എന്ന് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ലോകത്തിൽ തന്നെ ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു പഠനം, 50 വർഷത്തിലേറെ നീണ്ടുനിന്ന ഒരു പഠനം. ആ പഠനം നടത്തിയത് ഡോക്ടർ ഫ്രാങ്കോയിസ് വിൽഹെൽമി ഡി ടൊലേഡോ ആണ്. ഇവര് ഈ ഫാസ്റ്റിംഗ്, ഈ നോമ്പ് അനുഷ്ഠിച്ച് അതിൽ കിട്ടുന്ന ഗുണഫലങ്ങളെപ്പറ്റി ധാരാളം അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, 50 വർഷത്തോളം ആ വിഷയത്തിൽ പഠനം നടത്തിയാൽ 50 വർഷത്തിലധികം അവർക്ക് എത്രമാത്രം അതിൻ്റെ ബെനിഫിറ്റ്സുകള്, അതിൻ്റെ ഫലങ്ങള്, അതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ കിട്ടിക്കാണുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവർ ധാരാളം എഴുതി. ഇങ്ങനെ ഞാൻ ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറയുകയാണെങ്കിൽ, അവരെഴുതിയ ബുക്കുകളും ലേഖനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വിഷയം ഇതിൽ തന്നെ നീളും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെ തൽക്കാലമായി നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് സംസാരിക്കണം. അതുപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കാൻ പറ്റാത്തത്, അതേപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ നമുക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തായി കൽപ്പിച്ച ഈ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്കയാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ പിന്നെ വെള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ ഈത്തപ്പഴത്തെപ്പറ്റി, കാരക്കയെപ്പറ്റി അല്ലാഹു തആല അതിനെയും അത് സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി വ്യത്യസ്തമായ സൂറത്തുകളിൽ അല്ലാഹു തആല 20 സ്ഥലത്ത് ഖുർആൻ ഷരീഫിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു തആല നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നന്നായി ചർച്ച ചെയ്യാനുണ്ട്. ഇതിനെ നന്നായി കേൾക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സേവനമാണത്. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം, ദ്വായിൽ മറക്കരുത് എന്ന ദ്വാവസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.